പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ചേർന്ന് വന്ന മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തങ്കത്തിരുവചനങ്ങളെ പങ്കിട്ടെടുക്കുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് സ്വയം വെളിപ്പെടുത്തിയ സംഗതികളെക്കുറിച്ചാണല്ലോ നാം ഈ നാളുകളിൽ ധ്യാനിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് അതോടെ ഒരു ചിന്ത കൂടെ ചേർത്ത് വയ്ക്കുകയാണ്. തമ്പുരാൻ സ്വയം പ്രഖ്യാപിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് താൻ ആരാണെന്ന്, താൻ എന്താണെന്ന് വളരെ വ്യക്തമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ അടിവരയിട്ട് പറഞ്ഞ ഒരു സംഗതിയാണ് ഇത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു, എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. ഇവിടെ വളരെ മനോഹരമായ ഒരു മർമ്മമാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത്. തോട്ടക്കാരനായ പിതാവ്, മുന്തിരിവള്ളിയാകുന്ന ക്രിസ്തു, അതിൻ്റെ ശാഖകളാകുന്ന വിശ്വാസികൾ. ഇതാണ് ഈ വേദഭാഗം നമുക്ക് തരുന്ന പ്രധാന ചിന്തകൾ. തോട്ടമുടമസ്ഥനായ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹത്താൽ മനോഹരമായി ഒരുക്കപ്പെട്ട തോട്ടത്തിൽ നട്ട മുന്തിരിവള്ളി, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ മുന്തിരിവള്ളിയിൽ ഫലം കായ്ക്കുന്നത് അതിൻ്റെ ശാഖകളിലാണ് എന്ന് നമുക്കറിയാം. മുന്തിരി കൃഷി കണ്ടിട്ടുള്ളവർക്ക്, അത് ചെയ്തിട്ടുള്ളവർക്ക് വ്യക്തമായിട്ടറിയാം, ഫലങ്ങൾ ഉളവാകുന്നത് അതിൻ്റെ ശാഖയിലാണ്. പക്ഷെ തണ്ടിനോട് ബന്ധമില്ലാതിരുന്നാൽ ഒരു ശാഖയും ഫലം കായ്ക്കുകയില്ല. തണ്ടിനോടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോഴാണ് ശാഖയിൽ ഫലമുണ്ടാവുക. മുന്തിരിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളും ഉപമകളും വേദപുസ്തകത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. മുന്തിരിത്തോട്ടത്തോട് ചേർത്ത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ തിരുവചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുമശിഹാ തമ്പുരാൻ താൻ ജീവിച്ച സാഹചര്യത്തെയും ചുറ്റുപാടിനെയും ഉൾക്കൊണ്ട് തൻ്റെ ശ്രോതാക്കൾക്ക് വളരെ വേഗം മനസ്സിലാകുവാൻ ഉതകുന്ന സാഹചര്യാനുസൃതമായ ഉപമകൾ പറഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഇവിടെയും പലസ്തീനായിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന മുന്തിരിത്തോട്ടങ്ങളെയും മുന്തിരിയെയും ഒക്കെ ചേർത്ത് വെച്ച് കർത്താവ് തന്നെ വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ ഇസ്രയേലിനെ ദൈവം നട്ട മുന്തിരിത്തോട്ടമായി യെശയ്യാ പ്രവാചകൻ വരച്ചു വയ്ക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി എന്നാണ് ഇസ്രയേലിനെക്കുറിച്ച് ദൈവം അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മിസ്രൈമിലെ അടിമ വീട്ടിൽ നിന്ന് ദൈവമായ കർത്താവ് വീണ്ടെടുത്തു കൊണ്ടുവന്ന മുന്തിരിവള്ളി, അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്തതു മുതൽ പരമ്പരയായി ദൈവം കാത്ത് സംരക്ഷിക്കുന്ന നടുതലയായതിൽ നിന്നുള്ള മുന്തിരിവള്ളി. ആ മുന്തിരിവള്ളിയെ കർത്താവ് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് കനാൻ നാട്ടിൽ, തേനും പാലും ഒഴുകുന്ന കനാൻ നാട്ടിൽ ദൈവം നട്ടുവയ്ക്കുകയാണ്. അതേക്കുറിച്ച് പ്രവാചകൻ എഴുതുന്നത്, മനോഹരമായി ഭൂമി കിളച്ച് വൃത്തിയാക്കി അതിൽ തടമെടുത്തു, അതിൽ വെള്ളമൊഴിച്ചു, വളമിട്ടു, മുന്തിരിത്തണ്ട് നട്ടു. എന്നിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അതിന് ചുറ്റും വേലി കെട്ടി അതിന് സംരക്ഷണം ഏർപ്പെടുത്തി. അതോടൊപ്പം തന്നെ അതിന് കാവലേർപ്പെടുത്തുവാൻ അതിൻ്റെ മധ്യത്തിലൊരു ഗോപുരം പണിത് അതിൽ കാവലാളുകളെയും നിർത്തി. അതും മാത്രമല്ല, ഫലം കായ്ക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കായ്ക്കുന്ന ഫലത്തെ സംസ്കരിച്ചെടുക്കുവാൻ വേണ്ടി തോട്ടത്തിൽ തന്നെ ഒരു ചക്കും കുഴിച്ച് നാട്ടി. ഇത്രയുമൊക്കെ ചെയ്ത തോട്ടമുടമസ്ഥൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ എത്ര വലുതായിരിക്കും പ്രിയപ്പെട്ടവരെ! എന്തുമാത്രം പ്രതീക്ഷകളോടെയാണ് അങ്ങനെ ഒരു കൃഷി ഒരാൾ ചെയ്യുന്നത്. എന്നാൽ ഈ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ആ മുന്തിരിത്തോട്ടത്തിൽ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങായാണ്. കാട്ടുമുന്തിരിങ്ങായുടെ പ്രത്യേകത, അതിന് 2 കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, അതിന് അസാമാന്യമായ കയ്പായിരിക്കും. സാധാരണ നല്ല മുന്തിരിങ്ങ നല്ല തേൻ പോലെ മധുരമുള്ളതായിരിക്കുന്നുവെങ്കിൽ കാട്ടുമുന്തിരിങ്ങയ്ക്ക് കാഞ്ഞിരം പോലെ കയ്പാണ് പ്രിയപ്പെട്ടവരെ. മാത്രമല്ല, കാട്ടുമുന്തിരിങ്ങയ്ക്ക് വേറൊരു കുഴപ്പം കൂടെയുണ്ട്, അതിന് അസാമാന്യമായ ചൊറിച്ചിലായിരിക്കും. അതൊരാൾ വായിലിട്ട് ചവയ്ക്കുവാനിടയായാൽ അയാളുടെ അധരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടി വികൃതമായി തീരും. എന്ന് വച്ചാൽ ഇസ്രയേൽ കായ്ച്ചത് കയ്പും ചൊറിച്ചിലുമുള്ള, ആർക്കും അനുഭവിപ്പാൻ കഴിയാത്ത, വളരെ വേദനിപ്പിക്കുന്നതായ മുന്തിരിക്കുലകളാണ് എന്ന് ഇവിടെ വചനം സാക്ഷിക്കുകയാണ്.
നട്ടത് മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം വീണ്ടെടുത്ത് കൊണ്ടുവന്ന ഒരു കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിടുവിച്ച് കൊണ്ടുവന്ന ചെങ്കടലിൽ കഴുകി ശുദ്ധീകരിച്ചെടുത്ത പാറയിൽ നിന്നുള്ള സ്വർഗീയ പാനീയം കൊടുത്ത് പരിപാലിച്ച സ്വർഗത്തിൽ നിന്നുള്ള മന്ന എന്ന സ്വർഗീയ ഭോജ്യം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയ എല്ലാ അർത്ഥത്തിലും ശുദ്ധി ചെയ്തെടുത്ത മുന്തിരിവള്ളിയാണ്. പക്ഷേ അതിൽ ശാഖകളുണ്ടായിട്ട് കായ്ച്ചതാകട്ടെ കാട്ടുമുന്തിരിങ്ങ. ഇത് ദൈവത്തോടുള്ള വെല്ലുവിളിയാണ്. ഇത്രമാത്രം സ്നേഹത്തോടെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന് നട്ടു വളർത്തിയവനോടുള്ള വെല്ലുവിളിയാണ്. കാവലേർപ്പെടുത്തിയവനോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്ക് മറുപടി എന്തായിരുന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ തന്നെ എഴുതിയിട്ടുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഞാനതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് ചവിട്ടിപ്പോകും, അത് കാട്ടുമൃഗങ്ങൾ തിന്നുപോകും. പ്രിയപ്പെട്ടവരെ, ആ ഇസ്രായേലിൻ്റെ പതനത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. ദൈവം ഒരുപാട് സ്നേഹിച്ച ഈ ഇസ്രായേൽ ദൈവത്തോട് മറുത്തും മറുതലിച്ചും യോഗ്യമല്ലാത്ത ഫലം കായ്ച്ച് കയ്പും ചൊറിച്ചിലും കൊണ്ട് ദൈവത്തെ അസ്വസ്ഥതപ്പെടുത്തിയപ്പോൾ ദൈവമായ ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിന് താല്പര്യമില്ലാത്തവനായി മാറുകയാണ്. സ്വാഭാവികമാണത്. എത്രമാത്രം കരുതൽ കൊടുത്തിട്ടും നിഷേധാത്മക നിലപാടെടുക്കുന്നവരെ ഉൾക്കൊള്ളുക, അംഗീകരിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം വിശാലതയുണ്ടായാലാണ് സാധിക്കുക. അന്ന് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ വേലി ദൈവം പൊളിച്ച് കളഞ്ഞെങ്കിലും ആ മുന്തിരിത്തോട്ടത്തെയും വീണ്ടെടുത്ത് വീണ്ടും രക്ഷിപ്പാൻ ദൈവത്തിന് മനസ്സായി. അതിനുവേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ ഒരു പദ്ധതിയായിരുന്നു മറ്റൊരു മുന്തിരിത്തോട്ടത്തിൻ്റെ നട്ടുണ്ടാക്കൽ എന്നുള്ളത്. ആയതിനു വേണ്ടി ഭൂമിയിൽ എങ്ങും ദൈവം അന്വേഷിച്ചില്ല. അതിനുവേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ആ മുന്തിരിവള്ളിയാണ് കർത്താവായ യേശു ക്രിസ്തു. കളങ്കമില്ലാത്തവൻ, പരിശുദ്ധൻ, നിർമ്മലൻ, നീതിമാൻ, നിർദോഷൻ. പ്രിയപ്പെട്ടവരെ, എല്ലാ സദ്ഗുണങ്ങളുടെയും ഉറവയും ഉറവിടവുമായവൻ, അവനെയാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ തനിക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാൻ മനോഹരമായി നട്ടുവെച്ചത്. പഴയ നിയമ ഇസ്രായേലാകുന്ന കാട്ടുമുന്തിരിവള്ളിയെ നീക്കിക്കളഞ്ഞിട്ട് അവിടെ ദൈവം നട്ടുവെച്ചതായ ഏറ്റവും വിശിഷ്ട മുന്തിരിവള്ളിയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ മുന്തിരിവള്ളിയിൽ ചേർക്കപ്പെട്ടതും അതിൽ നിന്ന് മുളച്ചു വളർന്നതുമായ ശാഖകളെന്നാണ് ക്രിസ്തുവിൽ ചേർക്കപ്പെട്ട വിശ്വാസികളെക്കുറിച്ച് വിവക്ഷിക്കുന്നത്. അതിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ട വിശ്വാസികളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് ഒലിവുമായി ബന്ധപ്പെടുത്തി ഒട്ടിച്ച് ചേർക്കലിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ. കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവിലേക്ക് ഒട്ടിച്ചു ചേർത്തിരിക്കുന്നു. നാട്ടൊലിവിൻ്റെ കൊമ്പുകളിൽ ചിലത് ഫലം കായ്ക്കാതെ പോയപ്പോൾ ആയതിനെ വെട്ടിക്കളഞ്ഞിട്ട് അത് വെട്ടപ്പെട്ട സ്ഥാനത്ത് കാട്ടൊലിവായ നിന്നെ ഒട്ടിച്ചു ചേർത്തിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് വ്യാഖ്യാനിക്കുന്നത്. ഹോസന്ന പെരുന്നാളിന് നമ്മൾ ആ വായന വായിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. എന്നിട്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ ഫലമില്ലാഞ്ഞതുകൊണ്ട് വെട്ടിക്കളഞ്ഞെങ്കിൽ കാട്ടൊലിവായ നിന്നെ, അർഹതയില്ലാത്ത നിന്നെ ഒട്ടിച്ചു ചേർത്തിട്ട് നീ ഫലം കായ്ക്കാതെ പോയാൽ നിന്നെ വെട്ടുവാൻ ഒരു മടിയും കാണുകയില്ല എന്ന് നീ ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നീ ഫലം പുറപ്പെടുവിക്കണമെന്ന് വളരെ വ്യക്തമായി അവിടെ അപ്പോസ്തലൻ താക്കീത് ചെയ്ത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മുന്തിരിവള്ളിയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് നമ്മിൽ എത്രത്തോളം ഫലമുണ്ട് എന്നത് അടയാളപ്പെടുത്തുന്നത്. ഫലമുണ്ടാകണമെങ്കിൽ മുന്തിരിവള്ളിയുമായി ബന്ധമുണ്ടാകണം. മുന്തിരിവള്ളിയിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ട ഒരു കൊമ്പിനും ഫലം കായ്ക്കാനായിട്ട് കഴിയില്ല. കായ്ക്കാത്തതിനെ വെട്ടിമാറ്റുമെന്ന് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കായ്ക്കുന്നതിനെയോ ചെത്തി മിനുക്കി വെടിപ്പാക്കുന്നു എന്നുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെട്ടപ്പെടലും ചെത്തപ്പെടലും രണ്ട് പ്രോഗ്രാമുകളാണ് പ്രിയപ്പെട്ടവരെ. വെട്ടിക്കളയുന്നത് ഫലശൂന്യമായതിനെയാണ്. ചെത്തി വെടിപ്പാക്കുന്നത് ഫലമുള്ളതിനെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ വെട്ടപ്പെടലിനല്ല നാം യോഗ്യരായി തീരേണ്ടത്, ചെത്തപ്പെടലിനാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. വെട്ടപ്പെടുവാൻ ഞാൻ അർഹനാണ് എന്ന് കണ്ടാൽ അനുതപിക്കാൻ ഇനി ഒട്ടും താമസിക്കരുത്. ഫലമില്ലാത്ത വ്യക്തിയാണ് ഞാനെന്ന് ആരുടെയെങ്കിലും ഉള്ളം പറയുന്നുണ്ടെങ്കിൽ ഫലമുള്ളവരായി മാറുവാൻ മനഃപൂർവ്വമായി തായ്തടിയാകുന്ന മുന്തിരിവള്ളിയോട്, യേശുക്രിസ്തുവിനോട് ചേർന്ന് ശക്തി സ്വാംശീകരിക്കണം. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളണം. യഥാർത്ഥമായ മുന്തിരിത്തണ്ടിൻ്റെ സ്വഭാവമാണ് അതിൻ്റെ ശാഖയിൽ വിരിയുന്ന മുന്തിരിക്കുലകൾക്കുള്ളത്. കുരുമുളക് കൃഷി ചെയ്യുന്നവർക്കറിയാം, പലതരം മുളക് തണ്ടുകളുണ്ട്. അതിൽ വിരിയുന്നത് അതിനനുസരിച്ചുള്ള തിരികളാണ്. ചില തിരികളൊക്കെ 2-3 മുളക് മണികളായി തൂങ്ങിക്കിടക്കുന്നത് കണ്ടു കാണും.
ചില കുരുമുളകിൻ്റെ തിരികളിൽ നിറയെ തുറ്റു കുരുമുളകാണ്, ചിലതിന് നല്ല നീളമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് മുൻപ്, വയനാട് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് അടുത്തു നിന്ന് കുരുമുളക് കൃഷി നന്നായി ഞാൻ നോക്കിക്കണ്ടിട്ടുണ്ട്. എൻ്റെ കൗമാരകാലത്ത് ഞാൻ അവിടെ കണ്ടിരുന്ന ഒരു പ്രത്യേകതരം മുളക് തിരിയുണ്ട്. കുതിരവാലൻ എന്നായിരുന്നു അതിൻ്റെ പേര്. കുതിരവാലൻ എന്ന് വച്ചാൽ ഒരു തിരിയിൽ നിന്ന് 7 തിരികൾ പൊട്ടിവിടർന്ന് അത് താഴേക്ക് കുല പോലെ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു കൈ കൊണ്ട് പിടിച്ചാൽ ഒരു തിരി കൈവെള്ളയിൽ മൊത്തത്തിൽ പിടിക്കാനുള്ള വലിപ്പത്തിൽ അത് വളർന്നു കിടക്കുകയാണ്. അതിപ്പോഴൊന്നും അത് നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ. എന്ന് വെച്ചാൽ ഓരോ തിരികൾക്കും അതതിൻ്റെ തണ്ടിൻ്റെ സ്വഭാവമാണ്. ആ തണ്ടിൻ്റെ സ്വഭാവം ശാഖകൾ സ്വീകരിച്ച് അതിൽ നിന്നാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു എന്ന തായ്തണ്ടുമായി നമുക്ക് ബന്ധമുണ്ട് എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവ വിശേഷതകൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും നമ്മിൽ ഫലം പുറപ്പെടുക. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലമാണ് നമ്മൾ ആരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് അടയാളപ്പെടുത്തുന്നത്. സ്വാഭാവികമായും യേശുവിൽ കാണുന്ന യോഗ്യത, അവൻ കരുണയുള്ളവൻ, അനുകമ്പയുള്ളവൻ, വാത്സല്യമുള്ളവൻ, സ്നേഹമുള്ളവൻ, സമർപ്പണശീലമുള്ളവൻ. ഇതാണ് കർത്താവിൽ നിന്ന് ഫലം കായ്ക്കുന്നവരിൽ നാം കാണേണ്ടത്. ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ എഴുതുന്നുണ്ടല്ലോ. സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ദീർഘക്ഷമയുണ്ട്, ദയയുണ്ട്, പരോപകാരമുണ്ട്, വിശ്വസ്തതയുണ്ട്, വിനയമുണ്ട്, ഇന്ദ്രിയജയം അഥവാ ആത്മസംയമനമുണ്ട്. ഈ വക ഗുണങ്ങളെല്ലാം തായ്തണ്ടാകുന്ന ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ മാത്രം പകരപ്പെടുന്നതാണ്. അവരിൽ നിന്ന് ഈ വക ഫലങ്ങൾ പുറപ്പെടും. എന്നാൽ മറിച്ച് അസൂയ, നിഗളം, അഹങ്കാരം, മത്സരം, ഉപദ്രവിക്കാനുള്ള ത്വര, ദ്രവ്യാഗ്രഹം, ആഡംബരപ്രമത്തത, മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കാനുള്ള ശീലം, കൈക്കൂലി വാങ്ങുന്ന സ്വഭാവം എന്നു തുടങ്ങി ദുഷ്ടമായ സകല ചിന്തകളും ഒരു വ്യക്തിയെ ഭരിക്കുന്നുവെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന മുന്തിരിവള്ളിയോടല്ല, മറിച്ച് പിശാചാകുന്ന കാട്ടുമുന്തിരിവള്ളിയോടാണ്. കാരണം അതിൽ നിന്ന് മാത്രമേ ഇത്തരം ഫലങ്ങൾ പുറപ്പെടുകയുള്ളൂ. നമ്മളെ തന്നെ ശോധന ചെയ്യുവാനുള്ളൊരു ചിന്ത കൂടെ ഈ വേദഭാഗം നമുക്ക് തരുന്നുണ്ട്. ഒരാളുടെ ഗുണഗണങ്ങൾ നോക്കി അയാളുടെ ഫലങ്ങൾ പരിശോധിച്ചാൽ അയാൾ എവിടെ ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് വ്യക്തമായി വെളിപ്പെട്ടു വരും. കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധമുള്ളവരിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങളാണ് പുറപ്പെടുക എന്ന് നാം തിരിച്ചറിയണം. കർത്താവ് വിശിഷ്ട മുന്തിരിവള്ളി ആയതുകൊണ്ടാണ് ഇത്തരം ഫലങ്ങൾ അവനിൽ നിന്ന് പുറപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ നിന്ന് അത്തരം ഫലങ്ങൾ പുറപ്പെട്ടു വരിക തന്നെ ചെയ്യും. അങ്ങനെ പരിശോധിച്ചാൽ ഈ ഭൂമുഖത്ത് ഇന്ന് യേശുക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയുമായി ബന്ധപ്പെട്ട് നിന്ന് ഫലം പുറപ്പെടുവിക്കുന്ന ആളുകൾ തുലോം ചുരുക്കമാണ്. കാരണം സൽഗുണസമ്പൂർണനായ ഈ കർത്താവായ യേശുക്രിസ്തു എന്ന മുന്തിരിവള്ളിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലെല്ലാം സൽഗുണങ്ങളുടെ സമ്പൂർണതയുണ്ടാകും. ദുർഗുണങ്ങൾ അവരിലൊട്ടും കാണുകയില്ല. ദുർഗുണങ്ങളാണ് ഇന്ന് നമ്മിൽ പലരെയും ഭരിക്കുന്നതെങ്കിൽ, ആ വക കാര്യങ്ങളാണ് നമ്മിൽ നിന്ന് പുറപ്പെടുന്നതെങ്കിൽ നിശ്ചയമായും നാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. ഇനി ചിലതിന് ഫലം പുറപ്പെടുവിക്കാനേ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ ക്രിസ്തുവുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് എന്ന് തന്നെയാണ് അതിനുള്ള മറുപടി. പ്രിയപ്പെട്ടവരെ, എൻ്റെ നാവ് ചലിക്കുന്നുണ്ട്. ഈ നാവ് ചലിക്കുന്നത് ഈ ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. ശരീരത്തിൽ നിന്ന് മുറിച്ച് ഈ നാവ് മേശപ്പുറത്ത് വെച്ചാൽ ഈ പ്രസംഗം എൻ്റെ നാവ് പറയില്ല. കാരണം നാവിന് ചലനശേഷി ഉണ്ടെങ്കിലും ആശയങ്ങൾ ആ നാവിലൂടെ പുറത്തേക്ക് വരുന്നത് ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ്. നാവിന് വചനമെന്ന ഫലം പുറപ്പെടുവിക്കാൻ കഴിയണമെങ്കിൽ ശരീരത്തോട് ബന്ധമുണ്ടാകണം. സംസാരിക്കുന്ന ആളുകൾ സാധാരണ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കാറുണ്ട്. ഈ കൈ അല്ലെങ്കിൽ കൈ വിരലുകൾ മുറിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചാൽ എൻ്റെ കൈവിരലുകൾ അതിനൊത്ത ആംഗ്യം കാണിക്കില്ല. അത് കാണിക്കണമെങ്കിൽ ശരീരത്തോട് ബന്ധമുണ്ടാകണം. സ്വാഭാവികമാണ്. തായ്തടിയാകുന്ന യേശുക്രിസ്തുവിനോട് ബന്ധമുള്ളവരിൽ മാത്രമേ അനുഗ്രഹിക്കപ്പെട്ട ഫലങ്ങൾ ഉണ്ടാകുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം എവ്വണ്ണമെന്ന് നാം പരിശോധിക്കണം. കർത്താവായ യേശുക്രിസ്തു ഇതേ അധ്യായം 10-ാം വാക്യത്തിലൊക്കെ എത്തുമ്പോൾ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്ന മനോഹരമായ ഒരു സംഗതിയുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നു. അതുപോലെ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. പിതാവാം ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധമാണ്
തന്നിൽ നിന്ന് സ്നേഹമെന്ന ശ്രേഷ്ഠഫലം പുറപ്പെടുവാൻ ഇടവരുത്തുന്നത് എന്ന് യേശുമശിഹ സാക്ഷിച്ചും വച്ചിട്ട് അത് തന്നെ നമ്മളോടും ആഹ്വാനം ചെയ്യുകയാണ്. ഞാനുമായി ബന്ധമുള്ളവരിൽ നിന്ന് എനിക്ക് യോഗ്യമായ ഫലങ്ങൾ ഉളവായി വരും. ഇന്ന് നമ്മിൽ പലർക്കും സ്നേഹിക്കാൻ കഴിയുന്നില്ല. വെറുപ്പാണ് അവിടെ സ്ഥാനം കൈയടക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മീയതയുടെ ഉത്തുംഗ ശൃംഗങ്ങൾ കൈയടക്കി എന്ന് അവകാശപ്പെടുന്ന സ്ഥാനമാനങ്ങളും വേഷഭൂഷാദികളുമൊക്കെയായി ഇരിക്കുന്ന പലരുടെയും ഉള്ളിൽ സ്നേഹത്തിൻ്റെ കണിക ലവലേശമില്ല. വൈരവും വെറുപ്പും വിദ്വേഷവും പകയുമാണ് അവരിൽ നിറഞ്ഞു കവിയുന്നത്. അധരം തുറക്കുമ്പോൾ അത് പുറത്തു വരും. ഇന്ന് പലരും സംസാരിക്കുന്നത് വിദ്വേഷത്തിൻ്റെ വാക്കുകളാണ്. എന്തുകൊണ്ടാണ്? ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നു എന്ന യാക്കോബ് അപ്പോസ്തലൻ്റെ പ്രഖ്യാപനം ഇവിടെ ചേർത്ത് വയ്ക്കേണ്ടതാണ്. നമ്മളിൽ പലരും ഇന്ന് വെറുപ്പിൻ്റെ വക്താക്കളായി മാറുന്നുവെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് വെറുപ്പായതുകൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തുവുമായി ബന്ധമുള്ളവർക്ക് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് പറയാനാവുക. അവരിൽ നിറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. പിതാവിൻ്റെ സ്നേഹം പുത്രനിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുത്രനിൽ നിന്ന് പുറത്തു വന്നത് സ്നേഹത്തിൻ്റെ ഭാഷയും സ്നേഹത്തിൻ്റെ ശൈലിയുമാണ്. ആ പുത്രനുമായി ബന്ധമുള്ള ഏതു വ്യക്തിയിൽ നിന്നും ഇതേ ശൈലിയും ഇതേ ഭാഷയുമാണ് പുറത്തു വരിക. മറിച്ചൊന്ന് പുറത്തു വന്നാൽ ആ വ്യക്തിക്ക് യേശുക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് അടയാളപ്പെടുത്തപ്പെടുന്നത്. ആ വ്യക്തി അങ്ങനെ പറയാതെ പറയുകയാണ്, എനിക്ക് ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല എന്ന്. വിദ്വേഷത്തിൻ്റെ വാക്കുകളും വിദ്വേഷത്തിൻ്റെ പ്രവൃത്തികളും ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ക്രിസ്തുവുമായി ലവലേശം ബന്ധമില്ല എന്ന് തിരിച്ചറിയാൻ ഇനി ഒരു അന്വേഷണത്തിൻ്റെയും ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ പരിശോധിപ്പാനാണ് ദൈവമായ കർത്താവ് ഈ വചനങ്ങൾ നമ്മളെ കേൾപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വചനം മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ, വെട്ടപ്പെടുന്നതിനെക്കുറിച്ച്. പ്രയോജനമില്ലാത്തതിനെ വെട്ടിക്കളയും, യാതൊരു തർക്കവുമില്ല. തേയില കൃഷി ചെയ്യുന്നിടത്ത്, മുന്തിരി കൃഷി ചെയ്യുന്നിടത്ത്, കാപ്പി കൃഷി ചെയ്യുന്നിടത്ത് വ്യക്തമായി പരിശോധിച്ചാൽ അറിയാം, നിശ്ചിത ഇടവേളകളിൽ ഫലം കായ്ക്കാത്ത പ്രയോജനമില്ലാത്ത കൊമ്പുകളെല്ലാം വെട്ടപ്പെടുന്നുണ്ട്. അപ്പോൾ തന്നെ പ്രയോജനമുള്ള കൊമ്പുകളെ ചെത്തി മിനുക്കുന്നു എന്നൊരു പ്രത്യേകത കൂടെയുണ്ട്. ഈ ചെത്തപ്പെടൽ എന്ന് പറയുന്നത് വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ വേദനിപ്പിക്കുന്ന അനുഭവം സത്യത്തിൽ ആ വ്യക്തിയോടുള്ള ദൈവസ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, നീ എനിക്ക് വേണ്ടി ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിന് തടസ്സം വരാവുന്ന എല്ലാം നിന്നിൽ നിന്ന് ചെത്തി മാറ്റുകയാണിപ്പോൾ. മാവ് കൃഷി ചെയ്യുന്നവർക്കറിയാം, അതിൽ ഇത്തിൽ കണ്ണികൾ വന്ന് കൂടുകൂട്ടും. അതിൽ ചിലപ്പോൾ വേറെ ചില കേടുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ കർഷകൻ, അറിവുള്ളവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി, മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് ആ കേടുബാധിച്ച ഭാഗം ചെത്തി അവിടുത്തെ തോല് മാറ്റിക്കളയും. കേടുവന്ന ഭാഗമെല്ലാം ക്ലീൻ ചെയ്യും. എന്നിട്ട് അവിടെ ബോഡോ മിശ്രിതം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. എന്തുകൊണ്ടെന്നാൽ വീണ്ടും ഒരു അണുബാധയുണ്ടായി ആ മരം മുഴുവൻ കേടുവന്ന് നശിക്കാതിരിക്കാനാണ് ഈ ചെത്തപ്പെടൽ നടത്തുന്നത്. അപ്പോൾ തന്നെ അതിൽ ഏതെങ്കിലും ഭാഗം ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വെട്ടിക്കളയും. ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നത് സത്യത്തിലൊരു ജീവിയാണ്. അത് ഏതെങ്കിലും മരത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന് അതിൻ്റെ നീര് ഊറ്റിക്കുടിച്ചാണ് വളരുന്നത്. ആ മരത്തെ അത് ഉണക്കിക്കളയും, അത് തഴച്ച് വളരുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ഭാഗത്തെ വെട്ടിക്കളയുകയോ ശേഷിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുമെന്ന് ഉറപ്പുള്ളതിനെ ചെത്തിമിനുക്കുകയോ ചെയ്യുന്നത് കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നത് കൊണ്ടാണ്. എന്നിലും നിങ്ങളിലും സ്നേഹവാനായ ദൈവം വലിയ പ്രതീക്ഷ വയ്ക്കുന്നത് കൊണ്ടാണ് പ്രിയരെ നമ്മിൽ പലരും ഈ നാളുകളിൽ ചെത്തപ്പെടുവാനിടയാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില ഞെരുക്കങ്ങൾ വരുന്നത് ദൈവം നമ്മെ ചെത്തി വെടുപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അരിതായികൾ എന്തെങ്കിലും നമ്മിൽ ഉണ്ടെങ്കിലും ഒന്ന് മാറ്റിക്കളയാൻ, അഹന്ത അല്പമെങ്കിലും നമ്മൾ കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നാം ഒന്ന് വിനയപ്പെടാൻ, നമ്മുടെ ജീവിതം ക്രമക്കെട്ട് പോയിട്ടുണ്ടെങ്കിൽ നാം ക്രമത്തിലേക്ക് മടങ്ങി വരാൻ, നാം വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ യഥാസ്ഥിതിയിലേക്ക് മടങ്ങി വരാൻ ദൈവം തൻ്റെ സ്നേഹത്താൽ നമുക്ക് തരുന്ന നല്ല സന്ദർഭമാണ് ഈ ചെത്തപ്പെടലെന്ന് തിരിച്ചറിയണം. ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു തിക്താനുഭവങ്ങൾ വരുമ്പോൾ ഉടനെ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് പലരുടെയും ശീലം. ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിച്ചിട്ട് എന്തുകൊണ്ട് എന്ന് ചോദിപ്പാൻ കഴിയണം. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ബ്ലോക്ക് വന്നത് എന്തുകൊണ്ട്? എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പ്രതിസന്ധി വന്നത് എന്തുകൊണ്ട്? എനിക്കിപ്പോൾ ഈ രോഗം വന്നത് എന്തുകൊണ്ട്? എനിക്കിപ്പോൾ ഈ പരാജയം സംഭവിച്ചത് എന്തുകൊണ്ട്? എൻ്റെ മുന്നിൽ തുറന്നു കിട്ടിയ അവസരം നിഷേധിക്കപ്പെട്ടത് എന്തുകൊണ്ട്?
എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചില മാറ്റം വരുത്തലുകൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിൽ ഒരു അനുതാപം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്ക് ഒരു യഥാസ്ഥാനപ്പെടൽ ആവശ്യമുണ്ട്. ഞാൻ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ മനഃപൂർവ്വമായി എന്നെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മടങ്ങി വന്ന് എൻ്റെ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഈ ബോധമാണ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഭരിക്കേണ്ടത്. മുന്തിരിത്തോട്ടത്തിന് നടുവിൽ നട്ടുണ്ടാക്കിയ അത്തിവൃക്ഷത്തെക്കുറിച്ച് യേശുമശിഹ മറ്റൊരു ഉപമ പറഞ്ഞിട്ടുണ്ട്. 3 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തി കായ്ക്കണം. അത്തിയിൽ ഫലം തേടി വന്നു. അത്തി തഴച്ച് വളർന്ന് മുന്തിരിത്തോട്ടത്തിന് നടുവിൽ അങ്ങനെ പടർന്ന് നിൽക്കുകയാണ്. സത്യമായിട്ടും അത് ഫലം കായ്ക്കേണ്ട പ്രായം കഴിഞ്ഞു. അതിൽ നിറയെ ഇലകളുമുണ്ട്. പക്ഷെ ഫലം കായ്ച്ചിട്ടില്ല. തോട്ടം സൂക്ഷിപ്പുകാരനോട് തോട്ടമുടമസ്ഥൻ ചോദിക്കുന്നുണ്ട്, ഈ അത്തിയിൽ ഞാൻ പല നാൾ ഫലം തേടി വന്നിട്ടും ഫലം കാണുന്നില്ല, എന്തിന് നിലം മെനക്കെടുത്തുന്നു, വെട്ടിക്കളക. അപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ യജമാനനോട് പറയുന്നുണ്ട്, യജമാനനെ, വെള്ളം കുറവായതുകൊണ്ടാകാം, വളം കുറവായതുകൊണ്ടാകാം, ഫലം കായ്ക്കാതിരിക്കില്ല, ഒരാണ്ട് കൂടെ ക്ഷമിക്കുക, ഞാനിതിൻ്റെ തടം ഒന്നുകൂടെ കിളയ്ക്കട്ടെ, അല്പം കൂടെ വളമിട്ട് കൊടുക്കട്ടെ, അടുത്തയാണ്ടിൽ ഒരു പക്ഷേ കായ്ച്ചേക്കാം. ഇന്ന് നമ്മിൽ പലരും വെട്ടപ്പെടാത്തതിൻ്റെ കാരണം ഇങ്ങനെ പക്ഷവാദം ചെയ്തുകൊണ്ട് യേശുമശിഹ പിതൃസന്നിധിയിൽ നമുക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്. അതും കൂടെ നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ആകയാൽ മുന്തിരിവള്ളിയാകുന്ന യേശുക്രിസ്തുവിൽ നിന്ന് ശക്തി സ്വാംശീകരിച്ച് മുന്തിരിവള്ളിയാകുന്ന യേശുക്രിസ്തുവിൻ്റെ എല്ലാ സ്വഭാവ വിശേഷതകളും ഉൾക്കൊണ്ട് യേശുക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകണം. ഈ യേശുക്രിസ്തു മുഖാന്തരമാണ് നാം പിതാവിൻ്റെ സന്നിധിയിൽ ബന്ധപ്പെടുന്നത്, ചേർക്കപ്പെടുന്നത് എന്നുകൂടെ നാം തിരിച്ചറിയണം. പിതാവ് ക്രിസ്തു മുഖാന്തരം ലോകത്തിന് വെളിപ്പെട്ടുവെങ്കിൽ ഈ ലോകത്തുള്ള വിശ്വാസികൾ ക്രിസ്തു മുഖാന്തരം പിതാവിൻ്റെ സന്നിധിയിൽ തിരികെ ചേരണം. ആയതിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്തത്. നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തണം പ്രിയപ്പെട്ടവരെ. എല്ലാ അശുദ്ധിയും അഴുക്കും നമ്മിൽ നിന്ന് മാറിപ്പോകണം. നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കണം. ഒരു യഥാർത്ഥ കുംഭസാരത്തിന് ഈ വചന കേൾവി നമുക്ക് മുഖാന്തരമാകണം. യഥാസ്ഥാനപ്പെടുവാനുള്ള മനസ്സും തീരുമാനവും നമുക്കുണ്ടാകണം. അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരണം. ദൈവമായ കർത്താവ് ഇപ്രകാരം നമ്മെ സന്ദർശിച്ച് ഈ വചനം നമ്മെ കേൾപ്പിച്ചിരിക്കയാൽ നമുക്ക് ഒരുങ്ങുകയും സമർപ്പിക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് ചില നിമിഷങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഭാഗ്യകരമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചു ചേർത്ത് ഇരുത്തി അവിടുന്ന് ഞങ്ങളോട് വളരെ മധുരമായി സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നുവെന്ന് അരുൾ ചെയ്ത കർത്താവേ, ആ മുന്തിരിവള്ളിയുടെ ശാഖകൾ ഞങ്ങളാകുന്നുവെന്നും ഞങ്ങളാണ് ഫലം പുറപ്പെടുവിക്കേണ്ടവരെന്നും ഞങ്ങളെ പഠിപ്പിച്ച തമ്പുരാനെ, കർത്താവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം എപ്രകാരമായിരിക്കണമെന്ന്, കർത്താവിൽ നിന്ന് ഞങ്ങൾ എത്രത്തോളം ശക്തിയും സ്വഭാവവും ഉൾക്കൊള്ളണമെന്ന്, കർത്താവിന് വേണ്ടി എത്രത്തോളം ഞങ്ങൾ ഫലം കായ്ക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. എന്നാൽ കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഫലമില്ലാത്തവരോ കാട്ടുമുതിരിങ്ങ കായ്ക്കുന്നവരോ ഒക്കെയായി തരംതാണ് പോയിട്ടുണ്ട്. വെട്ടപ്പെടുവാൻ അർഹരാണ് ഞങ്ങൾ. എന്നാൽ കർത്താവെ, അവിടെ നിന്ന് ഇതുവരെയും ഞങ്ങൾ വെട്ടിയിട്ടില്ല. വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ ഞങ്ങൾക്ക് വളമിടുകയും വെള്ളമൊഴിക്കുകയും ഞങ്ങളുടെ ചുവട് വൃത്തിയാക്കുകയും ചെയ്യുകയാണ്. കർത്താവെ, അവിടുത്തെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി പ്രയോജനമുള്ളവരായി ഞങ്ങളുടെ ജീവിതം തീരുവാൻ, അങ്ങനെ തന്നെ ഞങ്ങളുടെ സ്വഭാവവിശേഷതകൾ രൂപപ്പെടുവാൻ, ഫലമുള്ളവരായി ഞങ്ങൾ മാറുവാൻ കൃപയാൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുത്തുള്ള കരവും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ സമർപ്പണത്തിന് ശുശ്രൂഷ മുഖാന്തരമാകണമേ. പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവ് എടുക്കണം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Somebody